ഈ ചെടിയാണെങ്കിൽ കനേഡിയൻ കൊന്ന. കനേഡിയൻ കൊന്നയാണ്. വേണ്ട ഇത് നിറച്ച് പൂവായിരിക്കും എപ്പോഴും. ഇങ്ങനെ രസാ. പിന്നെ ഇതിലുള്ള പുഴു ഉണ്ടാവും. പക്ഷെ ഇത് മറ്റേ കൊന്നതിനെ പോലെ അല്ല കേട്ടോ. നല്ല രസമായി പൂവാണെന്ന്. ഇത് മരമാവും. മരം എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ആവും. അതിന്റെ മദർ പ്ലാന്റ് ആണ്. ഇത് അതിൽ നിന്ന് വിത്തോട് മുളച്ചാണ് ഇട്ടത്. അത് തന്നെ ഇവിടെ ഉണ്ട് കെട്ടിൻ്റെ. കെട്ടിൻ്റെ അടുത്തുണ്ടോ? നിറച്ചും പോവായിരിക്കും. ഇത് ഈ വീടിന്റെ മതിലിന്റെ അടിയിൽ കൂടെയൊക്കെ വെച്ചെടുത്താൽ നല്ല രസമായിരിക്കും. വലിയ മരം ആവുന്നില്ല, അത് ഇത്രേ ആവുള്ളൂ. ഇതെപ്പോഴും ഫ്ലവറായിരിക്കും. വേണ്ട നല്ല രസമാണ്. പിന്നെ ഈ സൈഡിലെ ചെടിയാണെങ്കിൽ ഇത് ചോട്ടിലുണ്ടോ സിൽവർ പോത്തോസ്. സിൽവറാണോ ഇത്? ഏതാണ് ഇത്? വേണ്ട ചെറിയ 2 പോട്ടിലാണ്. വേണ്ട അതിനെ സൂം ചെയ്ത് കാണിക്കും. നല്ല വേണ്ട താഴോട്ട് ഇങ്ങനെ പോയി അതിലൊക്കെ പേര് പിടിച്ച് വെക്കാം. സിൽവർ അല്ലേ? എന്ത് പോത്തോസാണ്? പിന്നെ ഈ വീഡിയോ എടുക്കട്ടോ. വരാം. ഇതിൻ്റെ അടുത്തുള്ള കുറേ ചെടിയുണ്ട്. ഇതെല്ലാം അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ വെക്കാന്ന് അല്ലാണ്ട് ഒരുമിച്ച് വെക്കാനുള്ള പ്ലേസ് നമുക്കില്ല. ഇത് ലക്കി പാമ്പാണേ. ഇത് ലക്കി പാമ്പാണ്. ഇത് വേറെ വെറൈറ്റി വേണ്ട. ഇതിൻ്റെ തന്നെ പച്ചയുണ്ട്, അത് വേറെ സ്ഥലത്താണ്. വേണ്ട ഇത് ലക്കി പാമ്പാണ്. ഈ പോത്തോസിന്റെ പേരെന്താ? മാർബിൾ പോത്തോസ്. ഇപ്പോഴാണ് എന്റെ പേര്. മാർബിൾ കണ്ട? മാർബിൾ പോലെ ഇരിക്കുന്നത്. അതിന്റെ മദർ പ്ലാന്റ് ആണ് ഇതിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നത്. ഇതാ മാർബിൾ പോത്തോസ്. പോത്തോസ് കുറെ വെറൈറ്റി ഉണ്ട് കേട്ടോ എൻ്റെ അടുത്ത്. അത് ഇങ്ങനെ ഓരോരോ ഷെയ്ഡിൽ കാണിക്കുമ്പോൾ കാണിച്ചത്. ഇത് പിന്നെ എന്താണിത്? ഇത് ഓർക്കിഡ്. ഇത് ഡാൻസിങ് ഗേള്. അതിന്റെ ഫ്ലവർ ആയി തന്നെയുള്ളൂ. ഇത് കണ്ടോ? ഡാൻസിങ് ഗേളാണ്, ഫ്ലവർ ഇല്ല. ഇതെനിക്ക് നമ്മളെ ജുമ തന്നതാ. ജുമ ഫ്ലവർ ആയിട്ട് അത് കാണിക്കാം. അത് ഫ്ലവർ ഡാൻസിങ് അനുസരിക്കും. ഡഗൂസൊന്നും ചോദിക്കണിട്ടില്ല, ഡാൻസ് കളിക്കണം ചെടികളെന്ന്. അതാണിത്. എൻ്റെ പൂ ശരിക്കും ഒരു കുട്ടി ഡാൻസ് കളിക്കുന്ന പോലെ. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇതാ കുറേ ചെടികൾ. ഇതുണ്ടോ? ഇതൊക്കെ ഒളിച്ചിരിക്കുകയാണ്. ഈ തണലിന് വേണ്ടി ഞാൻ വെക്കണേന് ഒളിപ്പിച്ചിട്ട്. ഇത് നമ്മളെ അഗ്ലോണിമ വെറൈറ്റിപ്പെട്ട സാധനമാണ്. അഗ്ലോണിമ കുറേ ഉണ്ട്. ഇത് വേറൊരു പന്നൽ ചെടി, പഴയ പന്നൽ ചെടീൻ്റെ പുതിയ വെറൈറ്റി. ഇത് ബുഷായിട്ടേ നിൽക്കുള്ളൂ. കണ്ട ബുഷ്. ഇത് നമ്മുടെ ഇതിൻ്റെ ഇടയിലുള്ള സ്പൈഡർ പ്ലാന്റ്. സ്പൈഡർ പ്ലാന്റ്. അതിൻ്റെ തൊട്ടപ്പുറത്തെ ഒരു പച്ച പ്ലാന്റ്. അതാ അത് കണ്ട പച്ച ബുഷ്. ഇതിങ്ങനെ ഇതൊക്കെ ഉണ്ടല്ലോ, കുറേ സ്ഥലങ്ങൾ വേണം, എന്നാലാണ് ഇതിനെപ്പറ്റിയുള്ള ഒരു രസമുള്ളൂ കാണാനും വെക്കാനൊക്കെ. ഇത് നമ്മളെ നെറു പ്ലാന്റ് ആണ്. ഇത് നെറു പ്ലാന്റ്സ്. നെറു പ്ലാന്റ്സ്. നെറു പ്ലാന്റ്സ് എന്ന് പറയുന്നത് എവിടെയുണ്ട്? നെറു പ്ലാന്റ്സ് അഗ്ലോണിമ നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഒരു ഫോട്ടോ നെറു പ്ലാന്റ് ഇട്ടത്. ഇതൊക്കെ നല്ല സ്റ്റൈലും ചെടികളാണ്. പക്ഷെ ഇതിനൊന്നും വെയിൽ പറ്റൂല. അതാണ് ഞാൻ ഈ ചെടീൻ്റെ ഉള്ളിൽ കൊണ്ട് വെച്ചേക്കണത്. അതുപോലെ തന്നെ വേറൊരു ചെടിയുണ്ട്. ഇതുണ്ടോ? ഇതിൻ്റെ ഇല കണ്ടോ? എൻ്റെ പേര് എനിക്കറിഞ്ഞൂടെ. എനിക്ക് തോന്നുന്നു നമ്മൾ സാധാ ഈ പിന്നെ ചെടിയില്ലേ പണ്ടത്തെ മുറിച്ചൊക്കെ കുത്തുന്നേ, അതിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ഇതൊക്കെ ഞാൻ ഓരോ കഷ്ണത്തിൽ കിട്ടണോണ്ടോ വെക്കുന്നതാണ്. ഇതിൻ്റെ ലീഫാണ് അതിൻ്റെ ഭംഗി. ലീഫാണ് അതിൻ്റെ വെറൈറ്റി എടുത്ത് കാണിക്കുന്നത്. പിന്നെ ഇപ്പോഴാണ് നമ്മൾ കുത്തി പിടിപ്പിക്കുന്നതാണ്. ഇലച്ചെടി ആട്ടോ ഇത്. ഇലച്ചെടി. ഇതിൻ്റെ അടുത്ത് സ്പൈഡർ ഉണ്ട്, അഗ്ലോണിമ ഉണ്ട്,
ഇത് കണ്ടോ, ഒരുപാട് പ്ലാന്റ് ഉണ്ട്. ഇനി ഇതിൻ്റെ നമുക്ക് വേറൊരു ഇതായിട്ട് കാണിക്കാം അല്ലേ. ഇത് നമുക്ക്